ചെറിയ ഭ്രാന്തൊന്നുമല്ലേ, തിരിച്ചതിന് പറഞ്ഞ പിടി കിട്ടും. ഛത്രപതി ശിവജിയൊക്കെയാ. വണ്ടി ലിഫ്റ്റ് വലിയ ഒന്നുമില്ലാത്ത ഇമാർ എങ്ങനെ തന്നെ കയറിയല്ലേ, ഡെയിലി കയറണമെങ്കിൽ ആരോഗ്യമുണ്ട്. അതുകൊണ്ടാണ് അത്ര വലിയ സാധനം അവർ പണിത്. ഇനി ഇതുപോലെ പോയിട്ട് ഇതിൻ്റെ പകുതിയുള്ളൊരു സാധനം നമുക്ക് പണിയാൻ പറ്റുമോ? പിന്നെ കിട്ടി കഴിയുമ്പോൾ എല്ലാവരും കഴിച്ചു ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. സെക്കന്ദരാബാദിലേക്കിട്ടാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദ് ആണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ശബരിയാണ് നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് സെക്കന്ദരാബാദ് വരെ ഓടുന്ന ഏക ട്രെയിൻ. അല്ലെങ്കിൽ ഹൈദരാബാദ് പോകാനായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ഓപ്ഷൻ ശബരി ആണ്. ട്രെയിൻ നമ്പർ 17-229. അപ്പോൾ കൃത്യം 11:15 എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ശബരി എത്തുന്നത്. നമ്മളൊരു 11:00 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിനിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കാറ്ററിംഗ് ബോയ്സ് എത്തിക്കുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഏതായാലും എറണാകുളം ടൗൺ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് 25 മണിക്കൂർ നേരമാണ് നമ്മളിനി ഈ ഒരു ട്രെയിനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. എനിക്ക് കിട്ടിയിട്ടുള്ള RAC ടിക്കറ്റാണ്. ഇപ്പോഴും പല ആളുകൾക്കും RAC ടിക്കറ്റ് എന്താണെന്നുള്ളത് ധാരണയില്ല. അതായത് ഒരു ആൾക്ക് 2 പേർക്ക് കൂട്ടി ഒറ്റ സീറ്റ് കൊടുക്കും. ഒരു സ്ലീപ്പർ സീറ്റിൽ 2 പേരുണ്ടാവും. അതിനകത്ത് ഒരാൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഫുൾ സീറ്റ് കിട്ടും. റിസർവേഷൻ അഗേൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന നിലയ്ക്ക്. അല്ലെങ്കിൽ നമ്മൾ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മളേലും ട്രെയിനിലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. ഹൈദരാബാദിൽ എന്നിട്ട് ഹൈദരാബാദിലെ വിശേഷങ്ങളാണ് കൂടുതൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കതിലും നേരെ ഹൈദരാബാദ് ചെന്നതിന് ശേഷമുള്ള കാഴ്ചകൾക്ക് മുൻഗണന കൊടുക്കാമെന്ന് കരുതുന്നു. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതൊരു സീരീസ് ആയിട്ടായിരിക്കും വരുന്നത്. ഹൈദരാബാദിലെ ഗോൾക്കൊണ്ട മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഹൈദരാബാദ് ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഇവിടെ സെക്കന്ദരാബാദ് ഒരു സ്റ്റാച്ചു കാണാം. അംബേദ്കറിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അതിന് തൊട്ടും കുറേയായിട്ട് ബസ് സ്റ്റോപ്പും ഒരു കേരള ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇന്നലെ പറഞ്ഞല്ലോ RAC ടിക്കറ്റായിരുന്നു. ആൾ ക്യാൻസൽ ചെയ്തില്ല. അപ്പം ഇവിടെ വരെ, അതായത് സെക്കന്ദരാബാദ് വരെ അഡ്ജസ്റ്റ് ചെയ്താണ് വന്നത്. നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഒരു കേരള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. എനിക്കിനി സംഗാറെഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ ഒരു സീനിയർ ഉള്ളത്, പ്രഭീഷേട്ടനെ കാണാനായിട്ടാണ് ഹൈദരാബാദ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് മിയാപ്പൂർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. അത്യാവശ്യം ദൂരമുണ്ട് സംഗാറെഡ്ഡിക്ക്. സെക്കന്ദരാബാദിന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് മെട്രോ കയറുന്നത്. ഇവരിവിടെ വന്നപ്പോൾ എന്നോട് വീഡിയോ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളേതായാലും കുറച്ച് നേരത്തെ ഈ യാത്രയ്ക്ക് ശേഷം സംഗാറെഡ്ഡിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ടീമാണ് പ്രഭീഷേട്ടൻ. അപ്പം ഇവിടെയാണ് ഞാൻ ഇനി കുറച്ച് ദിവസം താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ്, നമ്മൾ ഹോട്ടലൊക്കെ ചെല്ലുമ്പോൾ ഉള്ളതുപോലെ ഒരു സോപ്പ്, ഒരു ബ്രഷ്, പേസ്റ്റ്, തോർത്ത് എല്ലാം ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നാട്ടകം കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ആ ഒരു സുഹൃത്തുബന്ധം ഞങ്ങളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. പ്രൊവിഷനോട് MRF ജോലി ചെയ്യുകയാണ്. ഇത് പിറ്റേ ദിവസമാണ്, അതായത് അന്നെവിടെയും പോയില്ല. പിറ്റേ ദിവസം, അതായത് നമ്മൾ ട്രെയിനിൽ കയറി വന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്തു. അതിനുശേഷമുള്ള പിറ്റേ ദിവസം ഞങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ട് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്, ഞാനൊന്നും പറയണ്ടല്ലേ, റോഡ് പണി നടക്കുകയാണ്. നല്ല വീതിയുള്ള റോഡാണ്. ഇപ്പോൾ തന്നെ ഇവരത് ഇനിയും വലുതാക്കുകയാണ്. ഞാൻ ചോദിച്ച് മനസ്സിലായത് ഈ ആന്ധ്രാപ്രദേശ് തെലുങ്കാന രണ്ടും രണ്ടായത് 2014 അപ്പോൾ അതിനുശേഷം ഈ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് ഇവിടെ കാണുന്നത്. അപ്പം പ്രവീഷേട്ടൻ പറഞ്ഞത് ഇവർ വരുമ്പോൾ ഈ റോഡ് ഇത്ര പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വന്നൊരു 2 വർഷം കൊണ്ട് തന്നെ ഈ റോഡ് ഇപ്പം 4 വരിയാക്കുന്നു. ഇവർ വീണ്ടും നോക്കൂ, ഞാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഇത് 6 വരി പാതയാക്കാനായിട്ട് പോകുന്നു. ഇവിടെയും CPIM-ൻ്റെ എന്തോ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ മുഴുവൻ ചുമല കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ആരും ഹെൽമെറ്റ് ഒന്നും വെക്കത്തില്ല. പോകുന്ന ഒരാളും ഹെൽമെറ്റ് വെക്കത്തില്ല വാഹനത്തിൽ. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, 2 പേരില്ല എങ്കിൽ പോലും. ഇത് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഒരു കവാടമാണ് കേട്ടോ കാണുന്നത്. ഏകദേശം ഇനിയും ദൂരമുണ്ട്, എന്നാലും അതിൻ്റെ കവാടമാണ്. അപ്പം ഗോൾക്കൊണ്ട ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട്, ഹൈദരാബാദ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം പ്രഭീഷേട്ടൻ ഏകദേശം ഞങ്ങൾ താമസം നടന്ന് തിരിച്ച് ഹൈദരാബാദ് വന്നിട്ടാണ്. ഒരു 50-55 കിലോമീറ്റർ ഉണ്ട്. ബസ്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മടുത്തു പോകും. ബസ് കയറി ഇറങ്ങി വരണമല്ലോ. ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ട്.
ഈ കാണുന്നതാണ് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഭാഗം. നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. വണ്ടി ഇനി പയ്യെ കൊണ്ട് ഒതുക്കിയിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. കേരള രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ, പുള്ളി നാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറ്റി അയച്ചതാണ്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഗോൾക്കൊണ്ടയുടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇനിയും പാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പാസ് എടുക്കണം. പ്രവിശ്യ ഉണ്ടെങ്കിലും പാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കയറാനായിട്ട്. നല്ല കാറ്റും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. വെയിലാണെങ്കിലും അതിൻ്റെ ഒരു ചൂടറിയുന്നില്ല, നല്ല കാറ്റുണ്ട്. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതുപോലെ ഓൺലൈൻ ടിക്കറ്റ് സംവിധാനമാണ്. നമ്മളിതിനു മുമ്പ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് സംവിധാനമാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയപ്പോഴാണെങ്കിലും 1-2 ഞാൻ പോയ സ്ഥലത്തെല്ലാം ഈ പറഞ്ഞാൽ ഓൺലൈനായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. അതായത് നല്ലൊരു സംവിധാനമാണ്. പ്രൊവിഷ്യനായാലും QR കോഡെല്ലാം സ്കാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഒരാൾക്ക് 20 രൂപയാണ്, ഇന്ത്യൻ സിറ്റിസൺസിന് 20 രൂപയാണ് പാസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി കൂട്ട് 40 രൂപ. പിന്നെ ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളതിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയാൽ ഒരുപാട് കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. നടക്കാനും ഉണ്ടെന്നാണ് ഋഷിയുടെ പറഞ്ഞത്. ഋഷിയുടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ തെലുങ്കിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദിയും ഉറുദുവാണ്. ഹിന്ദി നമുക്ക് മനസ്സിലായി, ഹിന്ദിയും തോന്നും, പക്ഷെ അത് ഉറുദുവാണ് ഇവർ സംസാരിക്കുന്നത്. ഇവിടെ ചെറിയ ഒരാളവിടെ ഇരുന്ന് ടിക്കറ്റ് നോക്കുന്നുണ്ട്, സെക്യൂരിറ്റി ചെക്കാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ടിക്കറ്റെല്ലാം കാണിച്ച് കയറി അകത്തോട്ട് പോകാൻ. കരിങ്കല്ലൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. ആ QR കോഡ് സ്കാൻ ചെയ്യുവാണ്. ഏതായാലും സ്കാൻ ചെയ്ത് വിടുവാണ്. സ്കാൻ ചെയ്യുന്നുണ്ടോന്നും ഇല്ലത്തില്ല, പുള്ളി മൊബൈൽ ഇങ്ങനെ കാണിക്കുന്നത് വിടുന്നു. നമ്മളേലും ഇതിൻ്റെ ഒരു അകത്തേക്ക് കയറിയിട്ടുണ്ട്. തുടക്കമാട്ടോ, സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇതിലേക്ക് 2-3 കവാടങ്ങളുണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണയൊന്നുമില്ല. ഞാൻ പിന്നീട് ഇരുന്ന് ഗൂഗിളിലും അവിടെയെല്ലാം തപ്പി ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചും കേട്ടുമൊക്കെ പഠിച്ചതാണ്. ഈ കാണുന്നതാണ് ഗോൾക്കൊണ്ട ഫോർട്ട്. ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ നിന്നും 11-ാം നൂറ്റാണ്ടിലും എന്നും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം 11-ാം നൂറ്റാണ്ടിൽ പ്രതാപരുദ്രൻ നിർമ്മിച്ച ഒരു ചെറിയ മണ്ണ് കോട്ടയായിരുന്നു ഇത്. ഇടിയന്മാരുടെ കുന്ന് എന്നാണ് ഇതിൻ്റെ തെലുങ്കിലെ അർത്ഥം വരുന്നത്. പിന്നെ ഇത് കാലകാലങ്ങളിൽ കഥാകിയ രാജവംശം, അങ്ങനെ പല രാജവംശങ്ങൾ, അതുപോലെ സുൽത്താൻ ഖുലി, കുത്തബ് ഷാഹി സാമ്രാജ്യത്തിലെ സുൽത്താൻ ഖുലി ഈ കോട്ടയെ ഇപ്പോൾ ഉള്ളൊരു കോട്ടയുടെ ഒരു രൂപത്തിലേക്ക്, ഇപ്പോഴുള്ള കോട്ട എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു കോട്ടയുടെ രൂപത്തിലേക്ക് വികസിപ്പിച്ചു. അതിനെ അത് ഗോൾക്കൊണ്ട ആ ഒരു സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനമൊക്കെ ആക്കി അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയായിരുന്നു കുറേ നാൾ. 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഏകദേശം 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇത് കാണുന്ന ഒരു രീതിയായിരുന്നു. കഥാകിയ എന്നാണ്, കക്കാദിയ രാജവംശം, കക്കാദിയ അവരാണിത് നിർമ്മിച്ചത്. പിന്നീട് ബഹുമനി സുൽത്താനേറ്റിൻ്റെയും പിന്നീട് കുത്തക് ഷാഹി രാജവംശത്തിൻ്റെയും ഭരണത്തിൻ്റെ കീഴിലായിട്ട് ഈ കോട്ട ഉണ്ടായിരുന്നു. ഈ കോട്ടയുടെ ഒരു പ്രധാന ആകർഷണം അതിൻ്റെ വാസ്തുവിദ്യയാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കോട്ടയുടെ കവാടങ്ങൾ, കൊത്തളങ്ങൾ, പള്ളികൾ, കൊട്ടാരങ്ങൾ എന്നിവ ഈ ഒരു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണങ്ങളാണ്. കോട്ടയുടെ ഏറ്റവും വലിയ ആകർഷണം ഈ ഒരു ബാലഹസാർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കയറി മുകളിലോട്ട് ചെല്ലണം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രദേശം. അപ്പോൾ അങ്ങനെ കൃത്യം ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ എല്ലാവിധ ഭംഗിയും ഇപ്പോൾ ഉള്ള കോട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന കോട്ടയുടെ ഒരു 30% ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം കാലക്രമേണ നശിക്കുകയും പൊളിഞ്ഞു പോവുകയും എങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കോട്ടയുടെ പ്രധാന കവാടങ്ങളായിട്ട് ഫത്തേ ദർവാസ, ബഞ്ചാര ദർവാസ, മോത്തി ദർവാസ എന്നിവയാണ്. ഇവ ഓരോന്നിനും അതിൻ്റേതായ വാസ്തുവിദ്യയും പ്രത്യേകതകളുണ്ട്. അതുപോലെ ഈ കോട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഹിനൂർ രത്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗോൾക്കൊണ്ട കോട്ടയും രത്നങ്ങളൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം പഴയൊരു കോട്ട, പഴയ രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഒരു രത്നങ്ങളും സ്വർണ്ണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇതുപോലെയുള്ള കോട്ടകളിലാണ്.
അതിന് മാത്രം സൗകര്യങ്ങളും അല്ലെങ്കിൽ സുരക്ഷിതത്വമൊക്കെ ഈ കോട്ടയ്ക്കകത്ത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വജ്രങ്ങളൊന്നാണ് കോഹിനൂർ. അപ്പോൾ കോഹിനൂർ രത്നത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഈ കോട്ടയായിട്ട് ചുറ്റിപ്പറ്റിയ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. മറ്റേ അലാവുദ്ദീൻ ഖിൽജി എന്നൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ ഡയറിക്കുറിപ്പിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്നൊക്കെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും കോട്ടയുടെ മുകളിലോട്ട് കയറി കോട്ടയുടെ കാഴ്ചകൾ ആദ്യം കാണാം. ഏതായാലും കോഹിനൂർ രത്നത്തിൻ്റെ കാര്യവും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആ ദൂരെയായിട്ട് കാണുന്നത് ഹൈടെക് സിറ്റിയാണ്, ഹൈദരാബാദ് ഹൈടെക് സിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ഏകദേശം ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നടന്ന് മുകളിൽ കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വ്യൂ കാണുന്നത്. നല്ല വെയിലും മടുക്കും പെട്ടെന്ന്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളാണ് കയറി വരുന്നത്. ഇത്രയും ആൾക്കാർ ഇന്നത്തെ കാര്യം റിപ്പബ്ലിക് ഡേ ആണ്, പിന്നെ ഞായറാഴ്ചയാണ്, ഇപ്പോൾ എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ്. അതുകൊണ്ട് അതിൻ്റെ നല്ല തിരക്കുണ്ട്. ചെറിയ ഭ്രാന്തൊന്നുമല്ലേ, തിരിച്ചതിന് പറഞ്ഞ പിടി കിട്ടും. ഛത്രപതി ശിവജിയൊക്കെയാ. ഇത് പകുതി ആയില്ലല്ലോ കയറിയിട്ട്. വണ്ടി ലിഫ്റ്റ് വല്ല ഒന്നുമില്ലാത്ത ഇമാർ എങ്ങനെ തന്നെ കയറിയല്ലേ. ഡെയിലി കയറണമെങ്കിൽ ആരോഗ്യമുണ്ട്. അതുകൊണ്ടാണ് അത്ര വലിയ സാധനം അവർ പണിത്. ഇനി ഇതുപോലെ പോയിട്ട് ഇതിൻ്റെ പകുതിയുള്ളൊരു സാധനം നമുക്ക് പണിയാൻ പറ്റുമോ? അതൊരു ടെക്നോളജി പോലും ഇല്ലാതെ. നമ്മൾ ഒത്തിരി നേരം എടുത്തിട്ടാണ് ഈ ഒരു ലെവലിലേക്കെങ്കിലും ഈ ഒരു ഹൈറ്റിലേക്കെങ്കിലും എത്താൻ പറ്റിയത്. ഇവിടെ ഇപ്പോൾ ആളുകൾ ഓടിക്കയറുന്നവന്മാരൊക്കെ ഉണ്ട്. ഹിന്ദിക്കാരാന്ന് തോന്നുന്നു. അവർ ഛത്രപതിക്ക് ജയ് വിളിക്കുന്നു, അവർ ഓടി മുകളിലോട്ട് കയറുന്നു. ഭയങ്കര ഇതാട്ടോ. അപ്പം നമ്മൾ ആ ഹൈടെക് സിറ്റിയുടെയും ഹൈദരാബാദിൻ്റെയൊക്കെ വലിയ കാഴ്ചകൾ കണ്ട് വീണ്ടും നമ്മൾ പയ്യായിട്ട് കയറുന്നത്, പയ്യെ മുകളിലോട്ട് കയറുകയാണ്. ഒരുപാട് ഒരു ഫാമിലി ആയിട്ടും ടൂറിസ്റ്റൊക്കെ ആയിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ കോഹിനൂർ രത്നത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. നമ്മുടെ ഇവിടെയുള്ള ഈ ഗുണ്ടൂർ ജില്ല, അത് ആന്ധ്രാപ്രദേശിലെ പഴയ ആന്ധ്രാപ്രദേശാണുള്ളത്. ഇവിടുത്തെ ഗുണ്ടൂർ ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കോഹിനൂർ കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് അവിടെ നിന്ന് അത് ഖനനം ചെയ്തെടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇത് കക്കാദിയ രാജവംശത്തിൻ്റെ കൈവശമായിരുന്നു. അവരാണ് ഈ കോട്ടയം പണിത്. പിന്നെ ഇത് ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ മുഗൾ സാമ്രാജ്യം, പേർഷ്യയിലെ നാദിർ ഷാ, അഫ്ഗാനിസ്ഥാനിലെ ഒരു രാജാവ്, ഇങ്ങനെ കൈമാറിയാണ് ഏറ്റവും അവസാനം ഇത് ബ്രിട്ടനിലെ. പിന്നെ ഇത് ഏതോ സിഖ് രാജകുടുംബങ്ങളാണ് ഇത് ബ്രിട്ടനിൽ കൊടുക്കുന്നത്, സമ്മാനമായിട്ട് നൽകുന്നതാണ്. ആ സാധനമാണ് ഇപ്പം ബ്രിട്ടനിലെ രാജ്ഞിയുടെ കിരീടത്തിൽ ഉള്ളത്. അപ്പം പറഞ്ഞു വരുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു ഗോൾക്കൊണ്ട പാലസിൽ ഇരുന്ന ഒരു രത്നമാണ് ഈ ഒരു കോഹിനൂർ. എന്താ അല്ലേ, നമ്മൾ ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാവേ. ഈ അമ്പലമൊക്കെ പിന്നീട് ആവാനേ വഴിയുള്ളൂ. കാരണം ചാർമിനാറിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട്. അതുപോലെ ഇതെല്ലാം കാരണം ഇതൊക്കെ ഒരു മുസ്ലിം രാജാക്കന്മാർ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ പണിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഇത് കാണുമ്പോൾ നമുക്കറിയാം വലിയ പഴക്കമില്ല. ഇത് ഈ കോട്ടയ്ക്ക് പണിത് എങ്ങനെ പോലും 19 വർഷത്തിന് ശേഷം ഉണ്ടായതാണ്. ഏതായാലും എല്ലായിടത്തും ഒരമ്പലം ഉണ്ടാകുന്നത് നല്ലതാണല്ലോ. രാമക്ഷേത്രം ഇങ്ങനെ പണിതാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളേലും കുറേ ആളുകൾ അമ്പലത്തിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നില്ല, നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകളിലെ ഭാഗത്തോട്ട് പോവുകയാണ്. ഈ അമ്പലം വഴി കയറി നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് ഇറങ്ങി വരാൻ കേട്ടോ, അങ്ങനെ ഒരു വഴിയുണ്ട്. ഇതാണ് കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. ഈ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കും കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം മുഴുവൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ വിചാരിക്കുന്നത് ചെറിയൊരു പ്രദേശത്തേക്ക് ഉള്ളൊരു കോട്ടയല്ല. ഇത് ഏകദേശം ഒരു 3-4-5 കിലോമീറ്റർ ചുറ്റളവിൽ പരന്ന് കിടക്കുന്ന വിശാലമായൊരു പ്രദേശമാണ്. അതിന് ചുറ്റും വലിയ കോട്ടമതിലുകൾ കെട്ടി കൊട്ടളങ്ങൾ കെട്ടി ഇത് സംരക്ഷിച്ചിരിക്കുകയാണ്. അത് ആ ഒരു കാലത്തെ അവരുടെ ഒരു ചിന്താശേഷിയും അല്ലെങ്കിൽ ആ ഒരു സുരക്ഷതയെ പറ്റിയുള്ള ചിന്തനെ നമ്മൾ എന്ത് പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ ആ ഒരു കാലത്ത് ഇത്രയും വലിയൊരു മല മുഴുവൻ ഇത്രയും വലിയ കരിങ്കല്ലുകൾ കൊണ്ട് വേറെ സിമെൻറ്റോ അതൊന്നുമില്ലാതെ ഇത്രയും വലിയ കോട്ടകൾ കെട്ടി ഇങ്ങനെയൊക്കെ അത് അന്നേ നടക്കത്തുള്ളൂ. കാരണം അന്ന് മനുഷ്യന് അധ്വാനിക്കാൻ മടിയില്ലായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അധ്വാനിക്കാൻ മടിയില്ലായിരുന്നു. നമ്മളിന്ന് പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും
നമ്മൾ പയ്യെ നടന്ന് മുകളിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് ചെറിയൊരു സ്റ്റെപ്പ് കൂടി കയറിയാൽ ഏറ്റവും മുകൾ പോർഷനിലെത്താം. അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ആ ഒരു കാലത്ത് ഈ ഒരു കോട്ട പണിയാനായിട്ട് ഒരുപാട് ആളുകൾ ജീവത്യാഗം വരെ ചെയ്തിട്ടുണ്ടാവാം. കാരണം അടിമകളായിരിക്കുമല്ലോ ഇതൊക്കെ പണിയുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാർ. രാജാക്കന്മാർ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് സാധാരണക്കാരെ കൊണ്ടായിരിക്കുമല്ലോ പണിയുന്നത്, ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്തെ. ഏതായാലും ചരിത്രമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. ഇപ്പോൾ എഴുതി വെച്ചേക്കുന്ന ചരിത്രം മാത്രമായിരിക്കില്ല, നമ്മളറിയാത്ത ഒരുപാട് ചരിത്രങ്ങളും ഇങ്ങനെയുള്ള കോട്ടകൾക്ക് ചുറ്റുമായിട്ട് ഉണ്ടാവും. ആ ഒരു നിഗൂഢത എല്ലാ കോട്ടകളും കൊട്ടാരങ്ങളിലും തളം കെട്ടി തന്നെ നിൽപ്പുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളേതായാലും മുകളിലോട്ട് കയറുകയാണ്. പ്രൊവിഷൻ മുമ്പിൽ തന്നെ വെച്ച് പോകുന്നുണ്ട്. ഹൈദരാബാദ് വരുന്നവർക്ക് ഒരു ദിവസം ഒരു ഹാഫ് ഡേ ഒക്കെ വന്ന് കാണാനുള്ള ഉണ്ട് ഗോൾക്കൊണ്ട പാലസ് തന്നെ. അപ്പം അവിടുന്ന് ബസ് കിട്ടും. ബസ് സർവീസ് നമുക്ക് സെക്കന്ദരാബാദിൽ നിന്നും എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മെട്രോ എടുത്തിട്ട് പിന്നീട് ബസ് കയറി വരേണ്ടി വരും. നമ്മളതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഗോൾക്കൊണ്ട പാലസൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് ചരിത്രവും അതിൻ്റെ ആ ഒരു ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. നമുക്കിത് കാണുമ്പം ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ നമുക്കും മനസ്സിലാവും. അന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം കേരളത്തിലൊന്നും ഇത്രയും വലിയ കോട്ടകളൊന്നും 5 തെങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ബേക്കലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ കോട്ടകൾ കേരളത്തിലില്ല. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിലെത്തിക്കുമ്പോൾ നമ്മൾ ഒരു ഏരിയൽ വ്യൂ ആണ്. അങ്ങ് ദൂരെയായിട്ട് നമ്മൾ കൊച്ചിയൊക്കെ കാണുന്ന പോലെ, ഇടുക്കിയിൽ നിന്ന് കൊച്ചിയെല്ലാം കാണുന്നത് പോലെ ആ താഴെ വരെ കാണുന്ന പ്രദേശമല്ല ഈ കോട്ടയുടെ ഭാഗമാണ്. ദൂരെയായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഹൈദരാബാദ് സിറ്റിയും ഹൈടെക് സിറ്റിയും എല്ലാം കാണാം. ഓർത്തു നോക്കുക, ഇത്രയും ഉയരത്തിൽ ഇങ്ങനെയുള്ളൊരു നിർമ്മിതി അത് ആ കാലത്ത് നടക്കൂ. ഇവിടെ നിന്നുള്ള കോട്ടയുടെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ്. നിങ്ങളൊന്ന് നോക്കൂ. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കോട്ടയുടെ കാഴ്ച കാണിച്ചു തരാം. പല ഭാഗങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയും വേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. എല്ലാവരും വലിച്ചു വാരി ഇടുന്നുണ്ട്. വേസ്റ്റ് കുപ്പികളും എല്ലാം വലിച്ചു വാരി തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്നത് നമ്മൾ ആ കയറി വന്ന കോട്ടയുടെ പ്രദേശങ്ങളാണ്. ഇതിൻ്റെ പകുതി നശിച്ചു പോയി എന്നുള്ളത് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും വലിയൊരു കോട്ട കെട്ടി ആ ഒരു കാലത്ത് 14-13 നൂറ്റാണ്ടിലാണെങ്കിൽ പോലും ആ ഒരു കാലത്ത് ഇത്രയും വലിയൊരു കോട്ട നിർമ്മിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു കോട്ട മുഴുവൻ നോക്കി കാണുന്നത്. നമ്മൾ നിൽക്കുന്ന ഉയരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ദൂരെയായിട്ട് ഇതിന് ചുറ്റുമുള്ള മതിലുകൾ നമുക്ക് കാണാം. അതായത് ഏക്കർ കണക്കിന് സ്ഥലം, കിലോമീറ്റർ കണക്കിന് സ്ഥലമാണ് ഈ ഒരു കോട്ട നിലനിൽക്കുന്നത്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഇത്രയും തിരക്കില്ല. നമുക്ക് വളരെ സമാധാനമായിട്ട് ഒരു പീസ്ഫുൾ ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഏറ്റവും മുകളിലെ ഒരു പ്രദേശം. ഇവിടെ താഴെ കുറച്ച് മരങ്ങളും ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വരുന്നവരുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരിക. ഇവിടെ വെള്ളത്തിനൊക്കെ റേറ്റ് കൂടുതലാണ്. പിന്നെ ഗൂഗിൾ പേ ഒന്നും വർക്കിംഗ് അല്ല, സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ മുമ്പിലായിട്ടൊരു പയ്യൻ പട്ടാള യൂണിഫോമൊക്കെ ഇട്ട് പോകുന്നുണ്ട്. നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കാറ്റ് ഇവിടെ നിന്നാൽ വീശുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സൗണ്ട് ചിലപ്പം കേൾക്കാനായിട്ട് പറ്റുമായിരിക്കും. നമ്മൾ പയ്യെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഗോൾക്കൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് പഴയൊരു പള്ളിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ മിനാരങ്ങളൊക്കെ ഇപ്പോഴും തകരാത്ത കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരുപാട് ഭാഗങ്ങളൊക്കെ തകർന്നു പോയ പല കെട്ടിടങ്ങളും ഇവിടെ കാണാം. യുനെസ്കോയുടെയൊക്കെ ഹെറിറ്റേജ് സൈറ്റിൽ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയൊരു സ്ഥലമാണ്. എന്നിരുന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോഴും ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനിയും ഏറ്റെടുക്കാവുന്ന ഒരുപാട് പുരാതന സൈറ്റുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. നമ്മൾ മറ്റൊരു വസ്തു കൂടിയാണ് താഴോട്ടിറങ്ങുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് ഹൈടെക് സിറ്റിയുടെയൊക്കെ വിശാലമായ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒപ്പം കോട്ടയുടെ ദൃശ്യവും കാണാം. ഈ കാണുന്നത് ആ മതിൽക്കെട്ടിൻ്റെ ഇടയിലൂടെയുള്ള വാട്ടർ ടാങ്കുകളാണ്. അതെല്ലാം ആ ഒരു കാലത്ത് ചിന്തിക്കുകയും മതിലുകൾ പണിതേക്കുന്നത് അതിനെ വാട്ടർ ടാങ്കായിട്ട് ഉപയോഗിക്കുന്നു. അതെല്ലാം ഭയങ്കര ടെക്നോളജിയാണ്. ടെക്നോളജി എന്നല്ല, അവർ ആ യുക്തിക്കനുസരിച്ച് അതിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാലം നിങ്ങൾ ആ ഒരു കാലം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയ ടെക്നോളജി തന്നെയായിരുന്നു. അപ്പോൾ താഴെയായിട്ട് പൊടിപൊടിയായിട്ട് മനുഷ്യരെല്ലാം പോകുന്നത് കാണാം. നമ്മൾ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. വലിയ കല്ലുകളാണ്, ഉരുണ്ട കല്ലുകളും പരന്ന പല ഷേപ്പിലുള്ള കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു കോട്ട മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഗോൾക്കൊണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയും താഴോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. 25 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്നതല്ല ഗോൾക്കൊണ്ടയുടെ കാഴ്ചകൾ. നമ്മളേതായാലും പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം മടുത്തിട്ടുണ്ട്. നടക്കാൻ അത്യാവശ്യം നടക്കാൻ പറ്റുന്നതുകൊണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. കാരണം അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്, നല്ല കയറ്റം കയറാനുണ്ട്. വെള്ളം കൈ കരുതുക. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് പോകാനാണെങ്കിൽ ഓക്കെയാണ്. നല്ലൊരു സ്ഥലമാണ് ഗോൾക്കൊണ്ട. പിന്നെ ഉച്ച സമയങ്ങളിൽ ഇവിടെ വരാതിരിക്കുക. നല്ല വെയിലും ചൂടും ഉണ്ടാവും. രാവിലെ സമയത്തോ രാത്രി സമയത്താണെങ്കിൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അതായത് ഈ കോട്ടയുടെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അതൊക്കെ മനോഹരമാണെന്നാണ് കേട്ടത്. ഈ കാണുന്നൊരു കുളമാണ്. അതിന് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ട്. പണ്ട് ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാജകുമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളമായിരിക്കാം. ഇപ്പോൾ ഏതും പുതിയ ഗേറ്റൊക്കെ പുതിയതായിട്ട് വെച്ചാണ്. എന്നാലും ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1-2 വേസ്റ്റ് ബിന്നേ ഉള്ളൂ. ഇത്ര ആളുകൾ വരുന്നിടത്ത് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതെല്ലാം പോരായ്മകൾ തന്നെയാണ്. നമ്മളിപ്പം ഏറ്റവും താഴോട്ട് ആ ഒരു ബേസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ആ മുകളിൽ കണ്ടതുപോലെ ഇവിടെ നമ്മൾ ഇറങ്ങി വന്ന് ഏറ്റവും താഴെ കേട്ടോ ഇത്. ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഇതിൻ്റെ നമ്മുടെ ഔട്ടർ ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഇത് ഗാർഡനൊക്കെയാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഞാൻ കണ്ട ഒരു സംഭവമാണ്. ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ വിഗ്രഹം പോലെ വെച്ചേക്കുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ സമാധിയുടെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ അതുപോലെ ഒരു സംവിധാനം അവിടെ ആരോ കൊണ്ടിട്ട് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വെച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ഇതൊരു ശീലമാകും. ഇനി ഇവിടെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വന്ന് ചിലപ്പോൾ കൊന്നുകൂടും. നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പം ഗോൾക്കൊണ്ട മാറിയിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കഥയും കാര്യങ്ങളൊക്കെ ആകും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംവിധാനം. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻ്റായിട്ട് പറയുക. നമ്മളേതായാലും കാഴ്ചകൾ കണ്ട് പുറത്തൊക്കെ ഇറങ്ങുകയാണ്. നമ്മളൊരു വിശ്വാസത്തിനും എതിരല്ല, നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഗോൾക്കൊണ്ടയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് അടുത്തത് ഹൈദരാബാദിൻ്റെ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ തുടരെ വരാനുണ്ട്. അപ്പം കൂടുതൽ വീഡിയോകളിലേക്ക് ഞാനും പ്രവീഷനും യാത്രയാകുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അടുത്ത നമ്മുടെ ഗുരു നാനക് ടെമ്പിൾ അറിയത്തില്ല. പ്രവീഷേട്ടൻ പറയുന്നു പോകുന്നു.